ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. இவனுக்கு என்னடி குறைச்சல்? அழகு இல்லையா, அந்தஸ்து இல்லையா? காங்கேயன் கால மாதிரி ஜிக்குன்னு இருக்கா. என்னடி பிரச்சனை உனக்கு? அப்ப எனக்கு ஒரு பையனை பிடிக்கும். நீங்க என்ன சொன்னாலும் நான் அவனை தான் கல்யாணம் பண்ணுவேங்க. பங்காளி, வரும் புதன்கிழமை நீங்க அங்க வந்துடு. அந்த நேரத்துல ஐயோ, என்ன அது உங்க போன் ஐயா. அப்பா, என்னால அவனை மறக்க முடியாதப்பா. இந்த நாள் வரைக்கும் நீங்க சொல்ற மாதிரி தான் நான் கேட்டிருக்கேன். இந்த விஷயாவது நான் சொன்ன நீங்க கொஞ்சம் கேளு. உங்க ஆசீர்வாதத்தோட தான் நாங்க கல்யாணம் பண்ணிக்கணும். மண்ணாங்கட்டி ஆசீர்வாதம். இந்த முகூர்த்தத்துல உனக்கு கல்யாணம்.
நான் சொல்றவனுக்கு தான் நீ கழுத்து நடி. அதே நேரத்துல நான் சொல்ற நீங்களும் கொஞ்சம் கேளுப்பா. என் கழுத்துல தாலி ஏறணும்னா அது எனக்கு பிடிச்சவன் தான் இருக்கணும். உங்களை மாதிரி கௌரவம் வைராகியம் எனக்கும் இருக்கு. ஏன்னா நான் உங்க பொண்ணு. என் பொண்ணுதான். அடியே இந்த பார், இவன் கூட தான் உனக்கு கல்யாணம். வீட்டை விட்டு வெளியே போன உன்னை வெட்டி புதைச்சிருவேன். ஏய் வண்டியடா. തീപ്പെട്ടിയാണോ ബ്രോ? തീപ്പെട്ടിയാ എന്റെ കയ്യിലില്ല. ഇന്നോറയിലുണ്ട്. ആ ദോ ആയിരിക്കും നടക്കണ്ട. ആ അങ്ങേരത്തുണ്ടാവും. Thanks. പണിക്കാരനാ. താങ്ക്സ് ബ്രോ. ആ ബ്രോ. ചേട്ടാ തീപ്പെട്ടി ഉണ്ടോ ചേട്ടാ? ഉണ്ടാ തീപ്പെട്ടി? ഇല്ല. ഇല്ലേ? അപ്പൊ ഒന്ന് സ്മോക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ എന്താ വഴി? ഞാൻ സ്മോക്ക് ചെയ്യാറില്ല. നോ 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 യു ആർ ലൈ. ചേട്ടനെ കണ്ടെത്താൻ അറിഞ്ഞൂടെ? ഇരുന്ന ഇരിപ്പി 2 പാക്കറ്റെങ്കിലും വലിച്ചു ചെറുതാ, ഇത് മതിയാവോ? ആ ഇതൊക്കെ മതിയടപ്പനെ. എക്സ്ക്യൂസ് മീ. കർത്താവിന്റെ തീപ്പെട്ടി. അയ്യോ ഇപ്പഴൊരു ആശ്വാസമായി. ഈ തണുപ്പത്ത് ഇതിലാ പറ്റൂല. നല്ല ദേഹം അനങ്ങിയാലും മതി. അപ്പൊ ശരി, ഇനി താമസിച്ചാ തന്തപ്പടി കൊണ്ടുവരും. നമുക്കിനിയും കാണണം കേട്ടാ. എനിക്ക് ആവശ്യമുണ്ട്. കൊള്ളത്താടി കൊണ്ടറിയും കഞ്ചാവ് കാണണം. കണ്ടിരിക്കും. ഇവന്റെ അഡ്മിഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് വന്നേക്കാം. ശരി, ഓക്കെ. ജോയി ഫാദറേ ഇപ്പൊ ഒരു കേട്ടാ. ഓക്കെ. നമസ്കാരം. ദൈവമേ താടി, ഇയാളെന്താ ഈ വേഷത്തില്? കൊലുസൂമ്പി. ഫാദർ, ഞാൻ വിളിച്ചിരുന്നു ഇവന്റെ അഡ്മിഷന്റെ കാര്യം. ഒരിക്കലും നടക്കില്ല. ഇവന്റെ അഡ്മിഷന്റെ കാര്യം ഒരിക്കലും നടക്കില്ലെന്ന്. എന്തു പറ്റി ഫാദർ? അപ്പൊ എങ്ങനെയാട്ടാ ഇവിടെ സ്റ്റഫ് കിട്ടുമോ? എന്താ സ്റ്റഫേ? മനസ്സിലായില്ല. ചടയൻ. ഇല്ല. ആ ഒരൊറ്റ പ്രതീക്ഷയല്ല ഞാനിവിടെ വന്നത്. എല്ലാം ഓക്കെ ഇല്ലേ? സർ, ഇതൊരു പവിത്രമായ സ്ഥാപനമാണ്. ഇവിടെ താമസിക്കുന്ന ഓരോരുത്തരും എന്റെ കുഞ്ഞുങ്ങളാണ്. നല്ല കുടുംബത്തിൽ നിന്ന് വന്ന അവർ വളരെ ചിട്ടയോടും അച്ചടക്കത്തോടും കൂടിയാണ് ഇവിടെ കഴിയുന്നത്. അങ്ങനെയുള്ള ഈ സ്ഥാപനത്തിൽ ഇവനെപ്പോലെ ഒരുത്തന് എങ്ങനെ ഞാൻ അഡ്മിഷൻ കൊടുക്കും? നഞ്ച് എന്തിനു നന്നാഴി. ഇതെന്റെ ഹോസ്റ്റലാ. ഇവിടെ ആരെന്ത് ചെയ്താലും ഞാൻ അറിയും. എന്നെ പറ്റിക്കാൻ ആർക്കും കഴിയില്ല. എന്നാ നിങ്ങൾ വിട്ടാട്ടെ, പ്രാർത്ഥനയ്ക്ക് സമയമായി. നീ വീട്ടിലോട്ട് വാടാ. ശരി ഫാദർ. ഒന്ന് നിന്നേ. മകന്റെ TC കോളേജിൽ തയ്യാറായിരിപ്പുണ്ട്. പോകുമ്പോൾ അതുകൂടെ മേടിച്ചോണ്ട് പൊയ്ക്കോ. ചിറകാട്ടും പെൺതുമ്പികൾ ചിരിനീട്ടി പാറുന്നെങ്ങും അതിനുള്ളിൽ ചെന്നെത്തുവാൻ വഴിയെല്ലാം തേടി നമ്മൾ. നോക്കും വാക്കും നീളെ തേനും പാലും തൂകി എന്നിട്ടും വീഴും
ഒരു നാളിൽ കനവിൽ നോക്കി പാടും എന്റെ മാവും പൂത്തേ നിന്റെ മാവും പൂത്തേ നമ്മുടെ മാവുകൾ പൂത്തേ എന്റെ മാവും പൂത്തേ നിന്റെ മാവും പൂത്തേ നമ്മുടെ മാവുകൾ പൂത്തേ ചേർത്തു വെച്ചു ഞാൻ ഈ കരങ്ങളിൽ നെഞ്ചിനുള്ളിൽ നാരവങ്ങളെ താളത്തിന് കാതേറ്റുങ്ങളെ നിറങ്ങൾ തേടിയറിയുന്നു പാദങ്ങൾ പറവകളുടെ ചിറകുടി ചുലകത്തിന് ഒരു കുലപതിയത് ഞാൻ കഥ പറഞ്ഞത് മതി ഇനി വരുന്നത് തലവിധി പ്രതിവിധി ഗണപതിക്കൊരു തേങ്ങ ഇനി പെരുവഴി അത് പുതുവഴി പരിമിതിയില്ലാത്ത കനവുകളിലൂടെ പടവുകൾ കയറും ഇന്നു ഞാൻ കടമ്പകൾ ചാടും ഇന്നു ഞാൻ ചുവടുകൾ പതറാതെ വച്ചു പുലി പോൽ കുതിച്ചു പുതുജീവിതത്തിനില്ല ആരംഭം ഈ ലോകമെതിരെ നിന്നാലും ഇനി തല താഴ്ചക്കില്ല ഞാൻ ഈ ജന്മം നോക്കും വാക്കും നീളെ തേനും പാലും തൂകി എന്നിട്ടും ഷാരി പോയാൽ മേരി അവളും പോയാൽ രാജേശ്വരി ഒരു നാളിൽ കനവിൽ നോക്കി പാടുന്ന എന്റെ മാവും പൂത്തേ നിന്റെ മാവും പൂത്തേ നമ്മുടെ മാവുകൾ പൂത്തേ എന്റെ മാവും പൂത്തേ നിന്റെ മാവും പൂത്തേ നമ്മുടെ മാവുകൾ പൂത്തേ എന്റെ മാവും പൂത്തേ നിന്റെ മാവും പൂത്തേ നമ്മുടെ മാവുകൾ പൂത്തേ എന്റെ മാവും പൂത്തേ നിന്റെ മാവും പൂത്തേ നമ്മുടെ മാവുകൾ പൂത്തേ നീ പോയില്ലേ ആണോ എന്റെ കാശില്ലെന്നാ മോനെ ഞാനതൊരു ബിസിനസ്സായിട്ടല്ല കാണുന്നത്, ഒരു ജീവകാരുണ്യ പ്രവർത്തനം. പക്ഷെ എന്റെ നടത്തിപ്പിനുള്ള ചില അടിസ്ഥാന ചെലവുകളുണ്ടല്ലോ, അത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. എങ്ങനെയെങ്കിലും എന്നെ കൂടെ ആഡ് ചെയ്യണം മോനെ വാട്സാപ്പ് ഇപ്പൊ പഴയ പോലെ ഒന്നല്ല, കാശൊക്കെ കൊടുക്കണം. സണ്ണിയുടെ ഒരു റെയർ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, നിനക്ക് വേണമെങ്കിൽ മതി. അന്ന് താണ നീ നിക്കണമാർക്കണ്ട, ഇവന്മാരൊക്കെ ഇത് മേടിക്കാൻ തന്നെ ഇവിടെ നിൽക്കണം. മെസ് ബില്ല് അടച്ചില്ലേ ഒരു കൃത്യമായിട്ട് എന്റെ കാശ് അടയ്ക്കും. എന്തുകൊണ്ടാ? ഈ വെടിക്കെട്ട് ഗ്രൂപ്പ് അവരെ ചതിക്കില്ലെന്നറിയാം. കണ്ടുപിടുത്തൊന്നും ഞങ്ങൾ സപ്ലൈയർ പോലും ഇല്ല. അതുകൊണ്ട് നീ നേരെ അടുത്തോ മന്ത്ലി ആണോ വീക്കിലി ആണോ? മന്ത്ലി. കാടാ നോക്കിക്കട കേറാ. 6:30 എന്ന് പറഞ്ഞാൽ കറക്റ്റ് 6:30 മണിക്ക് ഞാൻ നടക്കും കേട്ടാ. നീ എന്തുവാടാ ഈ പറയുന്ന? കളിക്കല്ലേ, നീ പറഞ്ഞ അവധി നാളെ കഴിയുക. ഇന്ന് രാവിലെ കൂടെ അച്ഛൻ വിളിച്ചിരുന്നു. വീട്ടിൽ ചെല്ലുമ്പോ കഴുത്തിൽ മാല കണ്ടില്ലെങ്കിൽ പിന്നെ കഴുത്തിന് മുകളിൽ തല കാണില്ല. അതെ, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ബട്ട് എന്റെ ഫേസ്ബുക്കിൽ ആന്റി കറപ്ഷൻ ക്യാമ്പയിന് നിന്റെ വകയെ തുച്ഛമായ 1000 ലൈക്ക് ഒപ്പിച്ചേരാൻ പറഞ്ഞിട്ട് നീ കേട്ടില്ലല്ലോ. എടാ, ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഏത് പാലം? കാശടാ പുല്ലേ. അളിയാ, the money you deposit in Harris Finance is safe. Don't worry ടാ. തൽക്കാലം നീ വല്ല 1 gram ഗോൾഡും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. എടാ, നിനക്ക് നഷ്ടപ്പെടുന്ന വെറും ഒരു തരി പൊന്ന് കിട്ടുന്നോ പുതിയൊരു ഇന്ത്യയും. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു ടാ. അപ്പൊ ഓക്കെ മച്ചാ, ബൈ. ഓക്കെ, ലൈക്ക് മറക്കണ്ട. സ്വിച്ച് ഓഫാ. എന്റെ മാല പോയി. അതെ, ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. ഈ 1 ഗ്രാം തങ്കത്തി പൊതിഞ്ഞ മാല വെയിലും കൊണ്ടാ കറക്കുവോ? എനിക്കറിയില്ല. അതെ, കുട്ടിയല്ലല്ലോ, എങ്ങനെ അറിയാൻ? എല്ലാം ഞാൻ അറിയേണ്ടതായിരുന്നു. എന്താ ചുറ്റിക്കളി? നീ ഇന്ന് ക്ലാസ്സിൽ പോകണ്ടേ? ഇല്ല, ഹോസ്റ്റലിൽ തിരിച്ചു പോവാ. ഇവിടെ കൊണ്ടാ ഇവൻ എന്താ ഇങ്ങനെ? അതെന്നോടാണോ ചോദിക്കുന്നത്? അയ്യോ, ഞാനൊരു ആത്മകഥം പറഞ്ഞതാ.
അതെ, ഇയാള് ഹോസ്റ്റലിലാണോ താമസിക്കുന്നത്? അതെ ഈ കോളേജിന്റെ ഹോസ്റ്റലിലോ? അതെ. എന്താ? എനി ഫിനാൻഷ്യൽ പ്രോബ്ലം? കാശിന് ആവശ്യമുണ്ടോന്ന്? ഉണ്ടെങ്കിൽ എത്ര വേണം? 20,000 രൂപ. ഞാൻ തന്നാ മതിയോ? തരുവോ? ചുമ്മാ തരാന്ന്. വളരെ നന്ദിയുണ്ട് കുട്ടി. ഇക്കാലത്ത് വെറുതെ ഒരാൾ 20,000 രൂപയൊക്കെ തരാന്ന് വെച്ചാ ആ കാലെന്തിയെ? വെറുതെയോ? പിന്നെ പകരം എനിക്കൊരു കാര്യം ചെയ്തു തരണം. എന്താണ് പറയൂ. ഇന്ന് രാത്രി എന്നെ നിങ്ങളുടെ ഹോസ്റ്റലിൽ കേട്ടണം. പിന്നെന്താ? എന്താ? ഇന്ന് രാത്രി എന്നെ നിങ്ങളുടെ ഹോസ്റ്റലിൽ കേട്ടണം. എന്തിന്? ചുമ്മാ ഒരു രസം. ജീവിതത്തിൽ കുറച്ചൊക്കെ അഡ്വഞ്ചർ വേണ്ടേ? പോടുന്നു ചുമ്മാ തമാശ പറയാതെ. ഐ എം സീരിയസ് യാർ. തനിക്ക് 20,000 രൂപ വേണമെങ്കിൽ മതി. അല്ല, 20,000 രൂപയ്ക്ക് വേറെന്തെങ്കിലും സഹായം ചെയ്തെന്നാ പോരെ? ഒരു കാര്യം ചെയ്യാം, ഇന്ന് രാത്രി വേണം ഞാൻ കുട്ടിയുടെ ഹോസ്റ്റലിൽ വരാം. അതും ഒരു അഡ്വഞ്ചർ അല്ലേ? അല്ല, എന്തിനാ ഇത്ര പേടിക്കുന്നത്? ഒരു മെൻസ് ഹോസ്റ്റലിൽ പുറത്തുനിന്ന് ഒരാളെ കേട്ടാൻ ഇത്ര പാടാണോ? അതും തന്നെ പോലെ ഒരാണിന്. അയ്യേ, പേടിയോ? എനിക്കോ? പുഷ്പം പോലെ ഞാൻ കയറ്റും. അതിന് 100 വഴികളുണ്ട്. എന്നാലും ഇപ്പോഴത്തെ എൻ്റെ ഒരു സമയം വച്ച് നോക്കുമ്പോൾ ഇതൊരു പണിയാവില്ലേ? ഇപ്പൊ എന്നെ കേട്ടാമോ? എന്നാലും അതെ, ആ കാശിങ്ങിതോ. താൻ എന്നെ കേട്ടണ്ട. ഞാൻ വേറെ ഏതെങ്കിലും ആണിന് കൊടുത്തോളാം. വേണ്ട 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 വേണ്ട, ഞാൻ കയറ്റാം. ചുമ്മാ കയറ്റിയാൽ മാത്രം പോരെ എന്നെ. ഇന്ന് തന്നെ തിരിച്ചിറക്കുകയും വേണം. അല്ല, നിന്നെ ഞാൻ എന്റെ കൂടെ കയറ്റി താമസിപ്പിക്കാം. 5 മിനിറ്റ്, അത് കഴിഞ്ഞ് ഇറങ്ങിക്കോണം. ഓക്കെ, അപ്പൊ ശരി. അതിഷ്ടലക്ഷ്മി. എന്റെ പേര് അതിഷ്ടലക്ഷ്മി. ഭാനുപ്രസാദ്. എടാ മോനെ, നീ ഇത് കളയാതെ നിന്റെ അച്ഛൻ്റെ കൊണ്ടുപോയി കൊടുക്കണം. ഞാൻ ഇന്ന് തിരിച്ചു പോവുക. സമയം കിട്ടിയില്ല നിന്റെ വീട്ടിൽ പോവാൻ. അതാ നിന്റെ ഈ തരുന്നത്. കുപ്പി കുപ്പി എന്നും പറഞ്ഞ് ചാവുമല്ലായിരുന്നോ നിന്റെ അച്ഛൻ? അറിയാവില്ല അയാളുടെ സ്വഭാവം. അയാൾ ഇത് കിട്ടിയില്ലെങ്കിൽ ഈ ഭൂലോകം മുഴുവൻ ഇളക്കി മറിക്കും. ആ മോനെ, ഈ കുപ്പി ഹോസ്റ്റൽ പ്രശ്നമുണ്ടോ? ഫാദർ കണ്ട പണിയാ. ആണോ? എന്നാലും സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ മോനൊരു കൂട്ടം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്നറിയാവോ? ചോക്ലേറ്റ്. താങ്ക് യു. വെൽക്കം. ടാറ്റാ. നമ്മുടെ ചോക്ലേറ്റ് പേട്ട തലയാൻ. പറ്റില്ല പറ്റില്ല പറ്റില്ല. കുപ്പി എനിക്ക് അച്ഛന് കൊടുത്തേ പറ്റൂ. ഒരു തുള്ളിയെങ്കിലും പറ്റില്ല. ഇതിന്റെ രുചി അറിയാനെങ്കിലും പറ്റത്തില്ല എന്ന് പറഞ്ഞില്ലയോ? മാത്രമല്ല, ഇതൊന്നും കുടിക്കാനുള്ളൊരു സ്റ്റാൻഡേർഡ് നിനക്കൊന്നും ആയിട്ടില്ല. ഓഹോ, അങ്ങനെ. എന്നാ ഓക്കെ, ഞങ്ങക്ക് വേണ്ട. എന്തുവാടേ അളിയാ, നീ പടത്തിന് വരുന്നുണ്ടോ? കീട്ടിലും പടമാണെന്നാണ് കേട്ടത്. ഐറ്റം സോങ് 3 കുളിസിനും വാളിയാ വരുന്നില്ലേ? ഇന്നോ? ഇന്ന് എനിക്ക് സുഖം കാണത്തില്ല. സുഖം കാണത്തില്ലെന്ന് എന്തുവാ? അല്ല, എന്നാ സുഖമില്ല. എന്തുപറ്റി? നല്ല തലവേദന. വയറ്റിലോ? അല്ല, തലയിൽ. അളിയ ഹോസ്റ്റലിൽ മുഴുവനുണ്ട്, നമുക്ക് പൊളിക്കാം. നിങ്ങൾ പൊളിച്ചോ? നല്ല സുഖം തോന്നില്ല. കോശി, നീ ഇത് കേട്ടോ? മിണ്ടാതിരിയടേ. നീ അവന്റെ ഒരുക്കം കണ്ട? നാളെ ഏതോ പെണ്ണിന്റെ സമയം അടുത്തിട്ടുണ്ട്. എന്താ അളിയ എന്റെ കുട്ടൻസ്? പുല്ലൻ ആഴ്ച ആഴ്ച ഓരോ ലൈനാ. അളിയ അവനെക്കാട്ട് സൗന്ദര്യം ഇല്ല അളിയ എനിക്ക്. എന്നിട്ട് എനിക്ക് മാത്രം എന്താ അളിയ വരുത്തി വളയാത്ത? അളിയ ലുക്കിലല്ല, അതോ വർക്കിലാണ് കാര്യം. പുതിയ ലൈൻ 2 ദിവസം മുമ്പ് ബ്രേക്ക് ആയെന്നാ കേട്ടെ. ഓ, അപ്പൊ അടുത്തവള വളയ്ക്കാനുള്ള വടിക്കലാണ്. എന്തായാലും തന്തേം തള്ളെ അറിഞ്ഞിട്ട പേരാ പ്രേംരാജ്.
എന്നാ അമ്മച്ചി എന്നാ വല്ല ഏനക്കേട് തോന്നുന്നുണ്ടോ? എന്താ അമ്മച്ചി? അവിടെ എന്നാ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ അമ്മച്ചി. കഷ്ടമാണോ ഈ പാതിരാത്രി ആകുമ്പോ തുടങ്ങും തള്ളയുടെ ഒടുക്കത്തെ ഒരു മണിയടി. തളർന്നു നടന്നാലും തള്ള സ്വൈര്യം തരത്തില്ലല്ലോ. ഓ, ഇരുട്ടത്ത് വല്ല കാലിലും കാണുന്നായിരിക്കും. നിങ്ങൾ ഇങ്ങ് വന്നേ. പെട്ടെന്ന് ഇറങ്ങും. എത്ര നേരമായി? കാമുകനായിരിക്കും, ഒളിച്ചോട്ടമായിരിക്കും. അല്ല, അച്ഛനാ മോളെ കോളേജ് ചേർക്കാൻ കൊണ്ടുപോവാ. എടുത്തോണ്ട് പോടാ നിന്റെ പാട്ട വണ്ടി. ഓ ശരി. പതുക്കെ ഇങ്ങോട്ട് വാ. നോക്കി ഇറങ്ങും. പതുക്കെ ബാക്കിൽ പുറകോട്ട് ഇറങ്ങും. വാ, സൂക്ഷിച്ചു. ആരുമില്ലല്ലോ പഠിച്ചോനെ. വാ, ഇതാ ഞങ്ങളുടെ ഒരു വഴി. താൻ ഇവിടെ നിൽക്കേ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഓക്കെ? വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. ഞാൻ കരാട്ടെ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ വേണമെങ്കിൽ സഹായിക്കാം. വാ. വരുന്നില്ലേ? വാ. അതെ, നമ്മൾ ആരെങ്കിലും കാണുമോ? ഏയ്, എനിക്ക് മാത്രമായിട്ട് എഴുതി തന്നിരിക്കല്ലേ ഹോസ്റ്റലിൽ. പിന്നെ കാണാതെ പിന്നെങ്ങനെയാ നമ്മള്? മിക്കവാറും എല്ലാവരും പടത്തിന് പോയി കാണും. അത്രേ ആശ്വാസം. ബാക്കിയെല്ലാം പുസ്തകപ്പുഴുക്കളാ, പുറത്തിറങ്ങത്തില്ല. പിന്നൊരു പാരയുള്ളത് ശാന്തപ്പന, സ്റ്റാഫ്. പക്ഷെ അവനൊരു മണ്ടന. നമുക്ക് പറ്റിക്കാം. പക്ഷെ ഒരാളുണ്ട്, ആൽഫ്രഡ് കാട്ടുവെളിയിൽ അച്ഛൻ. പാടന അങ്ങനെ മുന്നിലെങ്ങനെ ചെന്ന് പെട്ട പിന്നെ തീർന്നല്ല. വാ, അറിയാൻ മേലാണ്ട് ചോദിക്കും. ഈ നട്ടപ്പാതിരിക്ക് മാൻസോസിൽ വലിയ തനിക്കുന്ന പ്രാന്തുണ്ടോ? കയറിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടെന്ന് കുട്ടിക്കോ? ആരെങ്കിലും കൊല്ലാനാണോ? സത്യം പറയടി, നീ എൽറ്റിട്ടല്ലേ? ഓഹോ, മനസ്സിലാക്കി കളഞ്ഞു. അല്ല പിന്നെ ഈ റൂം നമ്പർ 539 എവിടെയാ? എന്തിനാ 539 എവിടെയാ ചോദിച്ചേ? പറയടി, ഈ 2 റൂം അപ്പുറത്താ. അങ്ങനെ കാര്യങ്ങൾ മണിമണി പോലെ പറയണം. വാ. നിക്ക്. ബോംബ് വല്ലതും വെക്കാനാന്നോ? ഒരു ചെറിയ ബോംബ് വെക്കാനാണെന്ന് കുട്ടിക്കോ? അപ്പൊ ഒരുപാട് പേര് മരിക്കില്ലേ? അതിനാണല്ലോ ബോംബ്. അതും കറക്റ്റാ. ഇത് ഇവിടെ ഇപ്പൊ എന്താ കാര്യം? നീ എന്തിനുള്ള പുറപ്പാട്? അടങ്ങിയിരിക്കടി. ദൈവമേ, ഇന്നിവിടെ എന്തെങ്കിലും നടക്കും. അടച്ചോനെ. ഇവിടെ തന്നെ കൊലിക്ക് കൊടുക്കും. ആരുമില്ലല്ലോ. എന്താ ചെയ്യും? അലക്കൽ ഞാനാണ്. ഒന്നും പേടിക്കണ്ട. വാ. അളിയാ, ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടതുപോലെ. ഞാനും കേട്ടു. വല്ല യക്ഷിയുമായിരിക്കൂടാ. പോയി കിടന്നുറങ്ങടേ. രക്ഷപ്പെട്ടു. അതെ, എനിക്ക് തോന്നാണോ അതോ ശരിക്കും മണ്ടനാണോ? വാ, പോവാ. ഇനി ആരുടെ മുറിയിലോട്ടാ? ആരുടെ മുറിയിലോട്ടല്ല, എന്നെ തിരിച്ചിറക്കും. അതാണോ? അതെ, പിറകെ ചോദിച്ചാ പോരെ. വാ. നോക്കി സൂക്ഷിച്ചു വാ. കോട്ട് മതിയായിരുന്നു. വിട്ടു. വാ. ദൈവം ഇനി എന്ത് ചെയ്യും? അതെന്തോടാണോ ചോദിക്കുന്നത്?
തൽക്കാലം ഈ ഒരു വഴിയുള്ളൂ, പിന്നെയുള്ളത് മെയിൻ എൻട്രൻസാ. അത് അച്ഛനെപ്പോഴേ പൊട്ടി കാണും. പുറത്തിറക്കാതെ പറഞ്ഞിട്ടില്ലല്ലോ കാശ് വന്ന്. അയ്യോ ഇറക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം എൻ്റെ റൂമിലിരിക്കാം. വെളുപ്പിനൊരു 3-4 മണിയാകുമ്പോൾ എല്ലാവരും കിടന്നുറങ്ങും. അപ്പൊ പുറത്തിറങ്ങും. വാ. എന്തിനാ പേടിക്കുന്നേ? എന്നെ കണ്ടാ പേടിനായിട്ട് തോന്നുവോ? ഇനിയാണെങ്കിലും അതിനുള്ള മറുമരുന്ന് എൻ്റെ മുറി ചെന്ന് വല്ല അനാവശ്യം കാണിച്ച കുതി കീറിഞ്ഞു പറഞ്ഞേക്കാം. വാങ്ങോട്ട്. അയ്യോ എന്താടാ പോടാ. കുഴപ്പമില്ല ഒന്നും കാണൂല. വാ. അവാർഡ് സിനിമ പോലെ നിൽക്കാതെ ആരെങ്കിലും കാണുന്നതിന് മുന്നേ വേഗം കയറ്. നല്ല വൃത്തിയുള്ള മുറി. സൗകര്യങ്ങളൊക്കെ ഇച്ചിരി കുറവാ. ഇരിക്കേ. ഞാനും ഇവിടെ ഇരുന്നോട്ടെ. ഇരുന്നോ? പക്ഷെ ഇതെന്റെ കയ്യിലുണ്ടെന്ന് ഓർത്താ മതി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നിന്നോളാം. കാലത്തോട്ടേ ഇരിക്കുന്നതാ. അപ്പോ ഇനി അവരൊക്കെ പോകുന്നവരെ നമ്മളിവിടെ ഇരിക്കണോ അല്ലേ? അല്ല, കിടന്നോ. ഞാനിവിടെ വല്ല പുസ്തകമൊക്കെ വായിച്ച് ഈ മൂലയ്ക്ക് ഇരുന്നോളാം. അയ്യേ, മോൻ പുസ്തകവും വായിച്ചോണ്ട് അടങ്ങി ഒതുങ്ങി ഇരുന്നോളൂ അല്ലേ? എനിക്കിത് തീരെ വിശ്വാസം പോരാ. ഇത്രയൊക്കെ ആയിട്ട് എന്നെ വിശ്വാസമല്ലേ? ഇനി വിശ്വസിപ്പിക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? ഒരു പണിയുണ്ട്. തിരിഞ്ഞു നിൽക്ക്. എന്തിന്? തിരിഞ്ഞു നിൽക്കാൻ. നീ എന്തോ കാണിക്കുന്നേ? നീ എന്ത് ചെയ്യാൻ പോവാ? ഒന്നും ചെയ്യാൻ പോവല്ല. ഇന്നൊരു രാത്രി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യും. ഞാനവിടെ കട്ടിലും 20,000 രൂപ എണ്ണി വാങ്ങിച്ചതല്ലേ? തന്റെ ഫോണിങ് എടുക്ക്. എന്തിനാ? വീട്ടിൽ വിളിച്ച് കാശ് വയ്ക്കാനാ? ഞങ്ങള് പാവങ്ങളാ. അലാറം വെക്കാനാ. എന്റെ ഫോണിന്റെ ചാർജ് തീർന്നു. പോക്കറ്റിലുണ്ട്. ഞാൻ 3 മണിക്ക് എഴുന്നേൽക്കുമ്പോ കയ്യിൽ കെട്ടഴിച്ചു തരാം. அதிர்ஷ்டலட்சுமி, ஏய் அதிர்ஷ்டலட்சுமி, ஏய் எங்கடி உமோல்? அவளை காணானில்ல. இது காணாமா? அம்மாவும் கூட சேர்ந்து டிராமா பண்றீங்களா? அவன் கூட தான் ஓடி போயிருக்கணும். இல்லைங்க, சாயங்காலம் வரைக்கும் வீட்டுல தான் இருந்தேன். இப்போ காணோம். ஏய் வேலுச்சாமி, வண்டிடா. രാവിലെ എഴുന്നേക്കണം, പല്ലിയേക്കണം, കക്കൂസി പോകണം, കുളിക്കണം. എന്തൊക്കെ അന്ധവിശ്വാസങ്ങളാ ദൈവമേ ഈ പഴമക്കാരുണ്ടാക്കി വെച്ചേക്കുന്നു. അളിയാ, അളിയോ, ബാനു, അളിയാ, അളിയോ, ഹോയ്, അളിയാ, ചത്ത
8 മണിയാ. അളിയോ അതിഷ്ടലക്ഷ്മി, അതിഷ്ടലക്ഷ്മി, പുറത്താളെ അഴിച്ചുവിട്. 3 മണിയായോ? അളിയാ അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? അഴിച്ചുവിട്. നീ പുല്ല് എന്നെ ആദ്യം അഴിച്ചുവിട്ടിട്ട് കയറി കട്ടിലടിയിലോ കാലടിയിലോ. അയ്യോ സോറി അഴിക്കാം. അളിയ ഓപ്പൺ ദ ഡോർ അളിയാ. അളിയാ ഓപ്പൺ അളിയാ. അയ്യോ ഇത് അഴിക്കാൻ പറ്റുന്നില്ല. ഒരു ഭയത്തി കെട്ടിയാ പോരായിരുന്നോടി സാമദ്രോഹി. എന്താടേ ഇടിച്ച് പൊളിക്കോ? പൊളിക്കും പട്ടി. ഡാ മര്യാദ തുറക്കുന്നുണ്ടോ? അളിയ ഞാനിതാ വരുന്നേ, വാതിൽ പൊളിക്കല്ലേ. ടൂ ലേറ്റ് അളിയാ. ഐ സെൻസ് സംതിങ് റോങ്. ഞാൻ ദാ ഇതിപ്പോ ചവിട്ടി തുറക്കാൻ പോവാനേ. അയ്യോ എന്തേലും എടുത്ത് അഴിച്ചു വിടറി. അവരിപ്പോ പൊളിക്കും. 3 2 1 എന്താടാ ഒരു കളലക്ഷണം? എന്തായിരുന്നു വാതിലടച്ചിട്ട് മുറിക്കാത്തിരുന്ന ഒരു പരിപാടി? ഒന്നുമില്ല. അല്ല 6 മാസം കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാം അല്ലേ, അപ്പോ സബ്ജക്ട്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യായിരുന്നു. പിന്നെ എക്കണോമിക്സ് പരീക്ഷയ്ക്ക് കെമിസ്ട്രി ബുക്ക് തുണ്ടുണ്ടായി നീയല്ലേ 6 മാസം മുമ്പ് റിഹേഴ്സല് മാറിയ. നീ എങ്ങോട്ടാ തള്ളിക്കരി പോന്നേ? പേസ്റ്റ് ഉണ്ടോ അളിയ? എന്റെ പേസ്റ്റ് തീർന്നെന്ന് തോന്നുന്നു. പേസ്റ്റ് തീർന്നെന്നോ? അതിന് നീ എന്നാ സ്വന്തമായിട്ട് പേസ്റ്റ് വാങ്ങിച്ചത്? താമാശകൾ അളിയ. പേസ്റ്റ് ഉണ്ടെങ്കിൽ വേഗം പുറത്തു കൊണ്ടുപോയി ആവശ്യത്തിന് പല്ല് വെച്ചോ. പോയെ. എന്തിനാ ഇത് ഇവിടെ ഇരുന്നോട്ടെ, ആവശ്യം ഞാൻ വന്ന് എടുത്തോളാം. നീ എന്തുവാടി കാണിക്കുന്നു? ഇനി ഇപ്പൊ ഈ പേസ്റ്റിനടുപ്പ് താഴെ പോണം, അതൊരുണ്ട് കട്ടിലിനടി പോണം. എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ? അതെന്താ നീ കട്ടിലടിയിൽ പെണ്ണെ വല്ലതും കയറ്റി ഒളിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ശരിക്കും കയറ്റി പോലത്തെ പേടിയുണ്ടോ? മണിക്ക് എന്താ അലാറം അടിക്കാൻ? ഞാൻ സത്യം പറഞ്ഞു നീ എഴുന്നേറ്റ് ഓഫ് ആക്കിയതല്ലേ? ആനടി ഞാൻ രാത്രി കെട്ടഴിച്ചു വന്ന് അലാം ഓഫ് ആക്കിയിട്ട് പിന്നെയും പോയി തന്നെ കെട്ടിയിട്ടു. ഒന്ന് പോടി വന്നെ. നിന്നെ ഇവിടുന്ന് ഒഴിവാക്കേണ്ടത് നിന്നേക്കാളും ആവശ്യം എനിക്കാ. ഓ സോറി. ഇനിയിപ്പോ പുറത്തിറങ്ങാൻ എന്താ ഒരു വഴി? ഹലോ കോശി, സുഖമാണല്ലോ? വേറെ വിശേഷങ്ങളൊന്നുമില്ലോ? അപ്പൊ ശരി, കണ്ടതിൽ സന്തോഷം. ഓക്കെ ഇറങ്ങിപ്പോര്. നീ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കും, എന്നിട്ട് എന്നെ അറിയിക്കും. യൂസ് എന്താടാ കോശി? നീയോ? അതെ ഭാനു. കോശിയോടെ എന്താളിയാ പതിവില്ലാതെ കഥയൊക്കെ കുറ്റിട്ടിരുന്നകത്ത് പരിപാടി? രാത്രി പടത്തിന് വിളിച്ചാ വരൂല, കഥകൊക്കെ കുറ്റിട്ടിരുന്ന് ബാക്കി പരിപാടിക്കൊന്നും ഒരു കുറവുമില്ലല്ലോ. പുതിയ മറ്റോ? അല്ല, നല്ല പതുപതുപ്പ് ഒരൈറ്റത്തെ കൊണ്ടൊന്നും പറ്റിയ കാട്ടില്. പിന്നളിയാ ഇന്നലത്തെ മറ്റേ പടളിയാ ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് മറ്റേ കുളിസീൻ, തമന്നയുടെ നനഞ്ഞ സാരി. ബാക്കി പറയണ്ട. എന്താ പറഞ്ഞ കുളിസീൻ അളിയനൊരു വീക്ക്നെസ് അന്ന് ഹോസ്റ്റലിൽ എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ. വട്ടപ്പാറ സീനത്തിൽ പോയിരുന്നു നമ്മൾ എത്ര കുളിസീൻ കണ്ടതാ. കുളിസീനോ? എനിക്കോ? ആരാടാ റമോ നിന്നോട് ഈ അപവാദമൊക്കെ പറയുന്നത്? ഒന്ന് പോളിയാ. കഴിഞ്ഞ ആഴ്ചയല്ലേ ആ ഷൺമുഖവിലാസൻ ലോഡ്ജിന്റെ ടെറസിൽ പോയിരുന്ന അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ കുളിസീൻ കാണാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിളിച്ചോണ്ട് പോയേ. എനിക്ക് മോഡൽ എക്സാം ആണെന്നും പറഞ്ഞിട്ട് പോലും അളിയും കേട്ടില്ല. നീ എഴുന്നേറ്റേ. എന്തിനാ എഴുന്നേക്ക്. എന്താടാ ഏറിയ മാനോ മര്യാദക്ക് ജീവിക്കുന്ന ചെറുപ്പക്കാരെ പറ്റി നീ അപവാദം പറഞ്ഞു പറ്റൂല. ബ്ലഡി ഫൂൾ. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. എന്തൊക്കെ ജാതി ഹോബികളല്ലേ മനുഷ്യർക്ക്. മതി എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാൽ മതി. ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരുടെ കൂടെ ഒരു മുറിയിൽ കഴിഞ്ഞു എന്നെങ്ങാനും പുറത്തിറങ്ങിയ അയ്യോ തീർന്നില്ലേ. ഇപ്പൊ എന്തായാലും പുറത്തിറങ്ങാൻ പറ്റത്തില്ല. എല്ലാവരും കോളേജിൽ പോണ്ട തയ്യാറെടുപ്പിലായിരിക്കും. കോറിഡോറിന്റെ അവിടെയും പുറത്തൊക്കെ മൊത്തം ആൾക്കാരായിരിക്കും. 10 മണിയാകുമ്പോഴേക്കും എല്ലാവരും കോളേജിൽ പോകും. അന്നേരം നമുക്ക് കയറി വഴി തന്നെ പുറത്തിറങ്ങാം. നടക്കുമല്ലോ അല്ലേ? പിന്നില്ലേ. പിന്നെ ലവനത് ചുമ്മാ പറഞ്ഞതാ കേട്ടോ. കണ്ട അവനെ പോലെ ഒരു അലവലാതി ലുക്കുണ്ടെങ്കിലും ഞാൻ ശരിക്കും ഡീസന്റ്. ശരി
താൻ കണ്ടിട്ടുണ്ടോ ഇവിടെ? ഉണ്ടയ്യാ ഉണ്ട്. എവിടെ വെച്ച്? എവിടെ? അയാളുടെ വീട്ടിൽ വെച്ച്. അയാളുടെ മോളല്ലേ അത്? நம்ம பொண்ணு தப்பிக்க வச்சு எவந்தாயா ஓயா வாங்கடா பொறுக்கி நாய் எங்கடா எங்கடா வாங்க തലേ കാര്യം പറഞ്ഞിട്ട് തല്ല്. നീ എന്തിനടാ അവളെ രക്ഷപ്പെടാൻ സഹായിച്ചത്? ചോട്ട വിളിച്ചപ്പോ ഒളിച്ചോടാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. രാത്രി 10 മണിയായപ്പോ ഹോസ്റ്റൽ ജംഗ്ഷനിൽ ഞാൻ കൊണ്ടുവിട്ട് അവിടെ അവളെ കാത്തൊരു പയ്യൻ ഉണ്ടായിരുന്നു. ஐயா இது அவன்தாயா அவன்தான். നിനക്ക് അവനെ കണ്ടാ തിരിച്ചറിയുമോ? അറിയാം അറിയാം അറിയാം. ഏയ് വെളിച്ചമ്മേ തൂക്കടാ അവനെ. മതി, ബാക്കി വീട്ടിൽ ചെന്ന് ചോദിക്കാം. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടൂടെ? ഇപ്പൊ ഇതാണോ ഇവിടുത്തെ വിഷയം? നീ വാ പെട്ടെന്ന്. താനിവിടെ നിൽക്ക്, ഞാൻ താഴെ പോയി ആരെങ്കിലും ഉണ്ടോ നോക്കിട്ട് വരാം. വേഗം വരണം. 2 minutes. അല്ലെങ്കിലും പിള്ളേരെന്ന് പറഞ്ഞാൽ അച്ഛന് ഭയങ്കര ജീവനാണല്ലോ. രാത്രി രഹസ്യമായിട്ട് ഓരോരോ പരിപാടിക്ക് പോകാൻ വേണ്ടി അവന്മാരെ അറുത്ത് മുറിച്ചു വെച്ചിരിക്ക. ഇപ്പോഴെങ്കിലും ഫാദറിന് എന്നെ വിശ്വാസമായില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ കെട്ടിടമല്ലേ, തുരുമ്പ് പിടിച്ചിളകിയതായിരിക്കും. തെളിവില്ലാതൊന്നും പറയരുത് കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഇതിൽ കൂടെ അങ്ങനെ പിള്ളേരിറങ്ങുന്നത്? അവന്മാരെന്താ കൊരങ്ങന്മാര്? അതേ വന്നിക്കണു ചാടാ. എന്താ ബാനു, ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? ഇല്ല ചോ, ഇവിടുത്തെ ഫുഡ് കഴിച്ച് വയറിളക്കം പിടിച്ചു. എനിക്കത്ര വിശ്വാസം പോരാ. എന്നാ കക്കൂസിലോട്ട് വാ, വിശ്വസിപ്പിച്ചു തരാം. ഓടോ. നമുക്ക് അവനെ ഡിസ്മിസ് ചെയ്യാച്ചോ. വടി കൊടുത്ത് അടി പേടിക്കാതെ ശാന്ത. ഫാദറെ വാ, ഇറങ്ങി പോര്. എല്ലാം ഓക്കെ അല്ലേ? നമുക്ക് പോവാം. എന്തോക്കെ, ആ ശാന്തപ്പനും അച്ഛനും കൂടെ ജനലടച്ച് പൂട്ടി. ഇനി ആ വഴി ഇറങ്ങാൻ പറ്റില്ല. അതെ അതെ അതെ, താൻ തളരാതെ നമുക്കൊരൊറ്റ കൈ പ്രയോഗിക്കാം. നമുക്ക് മെയിൻ എൻട്രൻസ് വഴി ഇറങ്ങാം. അപ്പൊ ആരെങ്കിലും കാണില്ലേ? അച്ഛനും ശാന്തപ്പനും താഴെ. മിക്കവാറും എല്ലാ പിള്ളേരും കോളേജിൽ പോയി കാണും. ബാക്കിയെല്ലാം തലവിധി. എല്ലാവരും കോളേജിൽ പോയെന്ന് തോന്നേ. കുഴപ്പമില്ല, പേടിക്കണ്ട. നീ ഇതെവിടെ പോണു? അത്യാവശ്യമായിട്ടൊന്ന് വീട്ടിൽ പോണം. അപ്പോ മറ്റന്നാളത്തെ ക്രിസ്മസ് സെലിബ്രേഷന് കാണത്തില്ലയോ? അതൊന്നുമില്ല, ഇനി കുറച്ച് റെസ്റ്റ് വേണം. സമയം ശരിയല്ല. അല്ല, ഞാനെന്തിനാ ഇതൊക്കെ നിന്നോട് പറയുന്നേ? ബ്ലഡി അരബ്സ്. കോവർക്കിപ്പായല്ലേ നീ ഇവിടെ പോലേ. ഒന്ന് വാ, പതുക്കെ വാ. മെയിൻ ഏരിയയിലോട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇത് കടന്ന് കിട്ടിയാ രക്ഷപ്പെട്ട്. നോക്കി വാ, ചുറ്റും നോക്ക്. ആരേലും കണ്ട ഓടിക്കോണേ. ഒന്ന് വേഗം വാ ഇങ്ങോട്ട്. ഒരു കടമ്പ കഴിഞ്ഞ് കിട്ടി. ഇനി അടുത്തത്
പോയാ വാടി വാ ഭാഗ്യ അച്ഛനില്ല ഇതാണ് മെയിൻ എൻട്രൻസ്. ഇനി ഒരു കുഴപ്പമില്ല, പേർക്കാം. വാ അങ്ങോട്ട് മാറിക്ക്. ആരുമില്ലല്ലോ. ത്തിന് കാതോക്കും നിങ്ങൾ 7 ദിനങ്ങൾ അതേഴ് നിറങ്ങൾ തേടിയലയുന്നു പാദങ്ങൾ എന്റെ വഴികൾ അതെന്റെ ചട്ടങ്ങൾ തോൽവികൾ അതെന്റെ പാഠങ്ങൾ ഒരു വെടിക്കൊരു പറവകളുടെ ചിറകുടി ചുലകത്തിന് ഒരു കുലപതി അത് ഞാൻ കഥ പറഞ്ഞത് മതി ഇനി വരുന്നത് തലവിധി പ്രതിവിധി ഗണപതിക്കൊരു തേങ്ങ ഈ പെരുവഴി അത് പുതുവഴി പരിമിതിയില്ലാത്ത കനവുകളിലൂടെ പടവുകൾ കയറും ഇന്നു ഞാൻ കടമ്പകൾ ചാടും ഇന്നു ഞാൻ ചുവടുകൾ പതറാതെ വച്ച് പുലി പോൽ കുതിച്ചു പുതു ജീവിതത്തിൽ നിന്നാരംഭം ഈ ലോകമെതിരിൽ നിന്നാലും ഇനി തല താഴ്ചിക്കില്ല ഞാൻ ഈ ജന്മം RC Purple Haze എവിടെ കയറി പോവാ? അയ്യോ സോറി, പെട്ടെന്നുള്ള ആവേശത്തില്. എന്താ പ്രശ്നം? എന്തിനാ എല്ലാരും ഓടണേ? എല്ലാവർക്കും ഭ്രാന്തായ? നിക്കേ, ഞാനൊന്ന് നോക്കട്ടെ. എന്തുവാടേ പ്രശ്നം? ഇന്ന് കോളേജില്ലേ? ഇന്ന് കോളേജ് സ്ട്രൈക്കാടാ. സ്ട്രൈക്കോ? എന്തിന്? കോളേജിന്റെ അടുത്തുള്ള ഏതോ ഓട്ടക്കാരനെ ആരോ തല്ലിന്ന്. അതിന് കോളേജിൽ എന്തിനാടാ സ്ട്രൈക്ക്? പിന്നെ അമേരിക്ക ഓസോൺ പാളിയിൽ വിള്ളൽ വീഴ്ത്തിന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച സ്ട്രൈക്ക്. പിന്നെ ഇത് ഒന്ന് പോടേ. എല്ലാം ക്ലിയർ ആയോ? ക്ലിയർ കോപ്പ്. എല്ലാം തൊലഞ്ഞു. ഇന്ന് കോളേജ് സ്ട്രൈക്കാ. ഇന്നിനി പകല് പുറത്തിറങ്ങാൻ പറ്റില്ല. അയ്യോ എന്റെ ദൈവമേ, ഞാൻ വീട്ടിലില്ലാന്ന് അപ്പ അറിഞ്ഞിട്ടുണ്ടാവും. ഹിസ് വെരി സ്മാർട്ട് യു നോ. ഞാൻ ഇവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ അപ്പാക്ക് മിനിറ്റുകൾ മാത്രം മതി. കണ്ടുപിടിച്ച എന്നെ ഹോസ്റ്റലോടെ കത്തിക്കും. പാട്ട് തീർത്ത് എന്തുവാടായി കാണിക്കുന്നത്? എന്തോന്നടേ അറിയത്തില്ലേ, കളഞ്ഞിട്ട് പോടേ. ചുമ്മാ അറിയാത്ത പണിക്ക് ഇറങ്ങി. സോങ്ങിട്ടെ സോങ്ങിട്ടെ 1 2 3 4 1 2 3 4. അന്ന് അവന്റെ റൂമിൽ കയറി എന്തിനാ? എന്താ വിഷയം? താൻ എന്തിനാ അതൊക്കെ അറിയുന്നത്? എനിക്ക് കാശ് കിട്ടുമല്ലോ. കൂടുതൽ അന്വേഷണം ഒന്നും വേണ്ട. മര്യാദയ്ക്ക് എന്നെ പുറത്തിറക്കും. ഒന്നും എന്തോ ഉദ്ദേശിക്കുന്നത്? പറ്റാത്തോണ്ടാ? രഘുവാതിലിൽ മുട്ടി അവള് കഥക് തുറന്നു. എന്താടാ ഇത്? അയ്യോ അച്ഛനാ, ഇത് മുത്തുച്ചിപ്പി. അച്ഛൻ വായിച്ചിട്ടില്ലേ? ദേ മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ നിന്നൊരു പോയി ജോലി നോക്കടാ. ശാന്തപ്പ, ഈ വയറിംഗ് കംപ്ലീറ്റ് ആയിട്ട് പോയി കിടക്കുക. ഇത് ശരിയാക്കണമെങ്കിൽ ബിൽഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് ഇടിച്ചു പൊളിച്ചിട്ട് റീവയറിംഗ് കംപ്ലീറ്റ് ആയിട്ട് നടത്തേണ്ടി വരും. ഇത് മൊത്തം ഇടിച്ചു പൊളിച്ചിട്ട്? അല്ലാതെ എനിക്ക് പണി അറിയാത്തോണ്ടല്ല. അല്ല, ഇത് കത്തിയിലെന്ന് പറഞ്ഞ ചത്തുപോയങ്ങൾക്ക് എന്ത് സംഭവിക്കാനാ? അയ്യോ അങ്ങനെ പറയില്ലേ, വലിയ മഹാനല്ലേ ഇദ്ദേഹം. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹമാണ് ഈ ഹോസ്റ്റലിലെ ആദ്യത്തെ വാർഡൻ. ഈടോ ഇത് പണിത് ഇങ്ങേരാണോ? ആ വലിയ മാന്ത്രികനാണെന്നാണ് പറയണത്. എന്തോ ക്യാരം ബോർഡോ ചെസ് ബോർഡോ അങ്ങനെ എന്തൊരു ബോർഡോ ഉണ്ടേ. യക്ഷികളെ വിളിച്ചു വരുത്തി
അവരുമായി സംസാരിക്കലാണ് ഈ മച്ചാന്റെ മെയിൻ പരിപാടി. അങ്ങനെ അവസാനം വന്ന യക്ഷി തിരിച്ചു പോയപ്പോ ഈ മച്ചാനെ കൂടി അങ്ങോട്ട് കൊണ്ടുപോയി. അന്ന് കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചതാര്? നിന്റെ തന്ത. എന്ത് സുന്ദരിയാണ് ഇവള്. ഇവളെ ഒന്ന് കിട്ടാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്നറിയോ? ഇനി ഇവള് നമുക്ക് സ്വന്തം. നമുക്കോ? ഞാനാ ഇവളെ ബൊക്കെ. അതുകൊണ്ട് ആദ്യം അത് കഴിഞ്ഞിട്ട് നിനക്ക് മതി. അത് മതി. പക്ഷെ നമ്മളെ രണ്ടുപേരെയും തൃപ്തിപ്പെടുത്താൻ ഇവക്ക് പറ്റുമോ? പറ്റുമെന്നോ? ഇവളിപ്പോ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഒന്നും മൂത്ത് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാ കിട്ടില്ല മോനെ. ഇവള് നമ്മളെ സ്വർഗം കാണിക്കും. സ്വർഗം. ഇരിക്കുന്ന കണ്ടോ? ഇവളൊന്ന് വളർന്നിട്ട് വേണം നല്ല മായം കലരാത്ത ഫ്രഷ് സാധനം വലിക്കാൻ മുത്ത്. അല്ല, ഇതെങ്ങനെ അച്ഛൻ പൊക്കിയാലേ പിന്നെ വലിക്കാൻ പോകുന്നത് നമ്മളായിരിക്കും. അതിന് പൊക്കിയാലല്ലേ അങ്ങനെ ഒരച്ഛനും ഇവിടെ വന്ന് പൊക്കത്തില്ല. ആരാ? ഞാനാടാ പുല്ലേ തൊറ. നീയായിരുന്ന ഈ തേഞ്ഞ ഹോസ്റ്റലിൽ കഥ കൂട്ടിട്ട് ഒരു പരിപാടി നടക്കത്തില്ല. എത്ര നാളായി ഒന്ന് സമാധാനമായിട്ട്. എന്താടാ? ഒരു രക്ഷയില്ലടേ. അവന് ജന്മത്താക്കു പേർത്തില്ല. തരത്തില്ലേ? നീ ചോദിച്ചാ? അപ്പൊ എന്ത് പറഞ്ഞു? അതല്ലടാ നിന്നോട് പറഞ്ഞു അവൻ തരത്തില്ലാന്ന്. ഡേ ആ ചെറുക്കൻ മുറി തുറക്കുന്നു പോലുമില്ല. ചവിട്ടി തുറന്നോടായിരുന്നോ? ചവിട്ടി തുറക്കുന്നില്ല. ഓഹോ, ഇന്നലെ രാത്രി മുതൽ അവന്റെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേടുണ്ടല്ലോ അല്ലേ? ഞാനത് പറയാൻ വരുമായിരുന്നു. എന്തോ ഒളിച്ചു വെക്കുന്ന പോലെ. അതേ, അവന്റെ മുറിയിലും കാണും ഇതേപോലത്തെ ഒരു ചെടി. പോടെ. എന്ത് ഇനിയിപ്പോ എന്തോ ഇവിടെ കൈയാണെങ്കി ഇപ്പോഴേ വിറച്ചു തുടങ്ങി. എന്ത് ചെയ്യാനാ? രാത്രി വരെ വെയിറ്റ് ചെയ്യുന്നേ. നീ ആ കാര്യം അവനോട് പറഞ്ഞോ? ഡേയ്, രാത്രി ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കുന്നുണ്ട്, വെള്ളവടി ഉണ്ട്, ഇതെല്ലാം ഞാൻ അവനോട് പറഞ്ഞു. അവൻ അതിനും വരുന്നില്ല. അവൻ വെള്ളവടി നിർത്തി. വെള്ളവടി നിർത്തിന്നാ? നമ്മുടെ ബാനുവാ? അവനിതെന്ത് പറ്റി? എന്ത് പറ്റിയാലും ഇല്ലെങ്കിലും അവൻ എന്തൊക്കെയോ ചേഞ്ച് നടന്നുണ്ട്. എന്റെ അമ്മോ, എന്തൊരു നാറ്റോടോ ഇത്? അത് പിന്നെ പിള്ളേരോട് അത് കൊള്ളാം. അപ്പൊ നമ്മളിനി എങ്ങനെ പുറത്തിറങ്ങുമെന്ന് പറ. ആകെയുള്ളൊരു പ്രതീക്ഷ ആ ജനലായിരുന്നു. ഓഹോ, ഇനി പ്ലാൻ ബി ഉണ്ടോ? അതെന്താ? ടെറസിന്റെ മുകളിൽ കയറി തൂങ്ങി താഴെ ഇറങ്ങാനാണോ? അതെങ്ങനെ മനസ്സിലായി? ദൈവമേ, ശരിക്കും കയറി തൂങ്ങി ഇറങ്ങാനാണോ? കയറി തൂങ്ങണ്ട, ടെറസിൽ നിന്ന് ഏണി ചവിട്ടി താഴോട്ടൊന്ന് ഇറങ്ങിയാ മതി. ഏത് നേരത്താണോ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ തോന്നിയത്? ഏത് നേരത്താണോ ഇവളെ ഇങ്ങോട്ട് വലിച്ചു കേറ്റാൻ തോന്നിയത്? പെട്ടുപോയില്ലേ. ഇനി ടെറസ് എങ്കിൽ ടെറസ്. എപ്പ ഇറങ്ങും നമ്മള്? രാത്രിയാകാതെ ഒന്നും നടക്കില്ല. ഭാഗ്യത്തിന് ഇന്നാ ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കുന്നത്. എല്ലാവരും അതിന്റെ തിരക്കിലായിരിക്കും. ടെറസിൽ ആരും കാണില്ല. നമുക്ക് സുഖമായിട്ട് ടെറസിൽ കൂടണം. നടത്തൂ. പുൽക്കൂട് നല്ല മിന്നി നിൽക്കുവാണല്ലോ. എത്ര രൂപ മുക്കി? മുക്കിയ നിന്റെ തന്ത. ഈ നൂറ്റാണ്ടി ഇത് ഉണ്ടാക്കി തീരുവോ? ഞാൻ പോയി ടെറസിൽ ആരെങ്കിലും ഉണ്ടോ നോക്കിട്ട് വരാം. ഡേ ബാനു, നീ വരത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവനെന്തിനാ ഇവിടെ വന്നേ? ഇപ്പൊ വെള്ളോടി നിർത്തി ചവിട്ടിയിട്ടും തുറക്കാത്തവനോ ദാവം നിൽക്കുന്നു. നിനക്ക് ഒരെണ്ണം അടിക്കണം തോന്നുന്നുണ്ടല്ലേ? ഇല്ലടേ, ഞാൻ വെള്ളടിക്കാൻ പിന്നെ കാറ്റടിക്കാൻ വന്നായിരിക്കും. അളിയ നീ അങ്ങ് ക്ഷീണിച്ചു പോയി. മുറിക്കകത്ത് അടച്ചിരിക്കുന്നതിന് കാണാണ്ട് കേട്ടോ. നീ ഇവിടെ ഇരുന്ന് ഓരോന്നൊക്കെ അടിച്ച് മനസ്സിലെ വിഷമങ്ങളൊക്കെ ഞങ്ങളോട് തുറന്ന് പറ. അളി ഓർമ്മ വഴി അളിയാ. എന്തിന്? നീ അറിഞ്ഞില്ലേ അവനിപ്പോ വെള്ളോടിക്ക് നിർത്തി പുണ്യാളനായി? കൂട്ടുകാരനൊരു തെറ്റ് കാണിക്കുമ്പോ നമ്മളല്ലേ അളിയാ തിരുത്തണ്ടേ? എന്നാ ബിയർ കൊടുക്കും. ഹോട്ടൊഴി അളിയാ. നീ വന്നേ. ഇവനെ കുടിപ്പിച്ച് ചേർത്തിട്ട് ഇവന്റെ ജേഡി നമുക്ക് അടിച്ചു മാറ്റാം. ജെട്ടിയോ? ജെട്ടിയല്ലടാ, ജേഡി. അളിയാ ഒഴിക്ക.
പോയി ഒരു കുപ്പി വെള്ളം എടുത്തോണ്ടാ. വേഗം പോടാ വ്യാളി. വാടാ മൻസൂറെ. എന്തിനാണ് അവനെ വിളിക്കുന്നത്? ഇന്ന് വെള്ളിയാഴ്ചയല്ലേ അണ്ണാ, യക്ഷികൾക്ക് നമ്മളായിട്ട് എന്തിനാ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്? നീയൊക്കെ ഇത്ര പേടി തൂറിയായിപ്പോല്ലോ. അതും യക്ഷിയെ. എടാ ആണുങ്ങളെ ധൈര്യം വേണം. വാടാ നീ വാ. അതുവഴി എന്തിനാടാ പോന്നെ? നേരെ വഴിക്ക് പോടാ. വേണ്ട അണ്ണാ, ശീലം ഇതായി പോയി. എന്തോന്നടേ വേണ്ടളിയ പ്രശ്നമില്ലേ? എന്ത് പ്രശ്നം? ഫാദർ ഇവിടെ ഇല്ല. അപ്പൊ ശാന്തപ്പനോ? ശാന്തപ്പനോ? ഇല്ലെങ്കിൽ ഇതൊക്കെ മൊത്തം ഞാൻ അച്ഛനോട് പറഞ്ഞു നോക്കട്ടാ. എന്റെ സ്വഭാവം ശരിയല്ല, പറഞ്ഞില്ലെന്ന് വേണ്ട. അടിമുത്തേ, ശാന്തപേട്ടൻ നമ്മൾ വിചാരിച്ച പോലൊന്നല്ല, നല്ല കവിത എഴുതുന്ന ആളാണ്. അയ്യോ അങ്ങനെയൊന്നുമില്ല. ഓയിൻമിനെ പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തി കുറിക്കും, അല്ലാതെ നമ്മളെന്ത് കവിത. നീ ജനിച്ചാലന്നു ഞങ്ങൾക്ക് ക്രിസ്തുമസ്. അച്ഛൻ ചത്തു, നീ കുടിച്ചേ. പിന്നല്ല അടിപൊളി. അല്ലളിയാ, ഞാൻ പലപ്പോഴും ചോദിക്കാന്ന് വിചാരിച്ച, നമ്മൾ ഈ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാവരും മണിയുടെ ശബ്ദം കേൾക്കാലോ. നീ വാടേ. யாராவது திறந்து விடு. நான் போகணும். யாராவது திறந்து விடு. என்ன திறந்து விடு. துரா, எனக்கு போகணும். நான் என்ன தப்பு பண்ண? யாராவது என்ன திறந்து விடு. எனக்கு எப்படியாவது இங்கிருந்து வெளியே போகணும். எனக்கு போய்தான் ஆகணும். ബാനു, 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 എടാ ബാനു, എവിടെ? ബാനു, എടാ ബാനു, എടാ ബാനു എഴുന്നേക്കടാ. ബാനു എഴുന്നേക്ക്. താക്കോലി.